എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മേക്കിംഗ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന ഭാഗമാണ്. കഴിഞ്ഞ തവണ നമ്മൾ നെപ്പോളിയന്റെ ഇറ വരെയായിരുന്നു നോക്കിയത്. വാട്ടർലോ യുദ്ധത്തില് നെപ്പോളിയനെ പരാജയപ്പെടുത്തുകയും പിന്നീട് അദ്ദേഹത്തിനെ നാട് കടത്തുകയുമാണ് ചെയ്തത്. അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഫ്രാൻസിലും യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിലും സംഭവിച്ചതെന്നുള്ളത് നമുക്കിത് നോക്കാം. അതിൽ പ്രധാനമായിട്ടും ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് യൂറോപ്പിന് ദേശീയത എന്ന് പറയുന്ന വികാരം അങ്ങോളം ഇങ്ങോളം സ്പ്രെഡായി. ഫ്രഞ്ച് റവല്യൂഷൻ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഫ്രഞ്ച് റവല്യൂഷൻ ആണ് സത്യം പറഞ്ഞാൽ യൂറോപ്പിലെ നാഷണലിസം എന്ന് പറയുന്ന ഫീലിംഗ് സ്പ്രെഡ് ആകാൻ ഉള്ള പ്രധാന കാരണം. പക്ഷെ അതിനോടൊപ്പം തന്നെ മറ്റൊരു ക്ലാസ്സും കൂടെ ഫോം ആയിട്ടുണ്ടായിരുന്നു. അതാണ് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. തുടക്കത്തില് ആകെ 2 ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൊസൈറ്റിയിൽ 2 ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് അരിസ്റ്റോക്രസിയും മറ്റൊന്ന് പെസൻട്രി ആയിരുന്നു. അരിസ്റ്റോക്രസി എന്ന് പറയുന്നത് ഭൂ ഉടമകള്. അവര് ഫ്രഞ്ച് ഭാഷയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ഒരു ഇലക്ട്നസ് കാണിക്കാൻ വേണ്ടിയിട്ട് അവര് ഫ്രഞ്ച് ഭാഷയാണ് പ്രധാനമായിട്ടും സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ബന്ധം ശക്തമാക്കാൻ വേണ്ടിയിട്ട് പരസ്പരം വിവാഹം കഴിക്കുമായിരുന്നു. വിവാഹത്തിലൂടെയാണ് അരിസ്റ്റോക്രസി കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അവര് അംഗസംഖ്യ വളരെ കുറവായിരുന്നു. എന്നാലും അവര് സമൂഹത്തിലെ ഏറ്റവും ശക്തിയേറിയ ഒരു വിഭാഗമായിരുന്നു. പെസൻസിന്റെ കാര്യം പറയാനാണെങ്കിൽ അവരായിരുന്നു ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. എന്നാലും ഈ പെസൻസ് അരിസ്റ്റോക്രസിയുടെ അടിമകളായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അരിസ്റ്റോക്രസി ക്ലാസിന്റെ വയലേലകളിലും അല്ലെങ്കിൽ അവരുടെ വീട്ടിലുമൊക്കെ ജോലി ചെയ്തിട്ടാണ് പെസൻസ് അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. അവരെ അതിഭീകരമായിട്ടാണ് ഈ ഭൂ ഉടമകള് പലപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പലപ്പോഴും അവർക്ക് വേണ്ടത്ര കൂലി കൊടുത്തിരുന്നില്ല. പിന്നെ അല്ലെങ്കിൽ അവർക്ക് ബോണ്ടഡ് ലേബർ ഉണ്ടായിരുന്നു, അടിമപ്പണി ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലും പെസൻസ് ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുമായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം യൂറോപ്യൻ സമൂഹത്തിൽ ഉടലെടുത്ത ഒരു ക്ലാസ് ആണ് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. മിഡിൽ ക്ലാസിന്റെ ആരംഭം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടില് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്ന ശേഷമാണ്. 17th സെഞ്ചുറിയിലാണ് ഇംഗ്ലണ്ടില് ഈ പറയുന്ന ഇൻഡസ്ട്രിയലൈസേഷൻ ആരംഭിക്കുന്നത്. ഫ്രാൻസിലും മറ്റുള്ള രാജ്യങ്ങളിലും ഒക്കെ 19th സെഞ്ചുറിയോട് കൂടിയിട്ടാണ് ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നത്. മിഡിൽ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോഴത്തേക്കും അവർക്ക് തന്നെ തോന്നാൻ തുടങ്ങി, എന്തിനാണ് നമ്മൾ ഈ അരിസ്റ്റോക്രസിയുടെ അടിമകളായിട്ട് കഴിയുന്നത്? നമുക്ക് ജോലിയുണ്ട്, വരുമാനമുണ്ട്, പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഇവരുടെ അടിമവർഗമായിട്ട് കഴിയേണ്ട ആവശ്യമില്ല എന്ന് ഉള്ള തോന്നൽ മിഡിൽ ക്ലാസിന്റെ ഇടയിൽ വളരെ ശക്തമായി. അതേ തുടർന്നാണ് അവര് പല റവല്യൂഷണറി മൂവ്മെന്റ്സിനും ഒക്കെ നേതൃത്വം കൊടുത്തു തുടങ്ങിയത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് ലിബറലിസം ആയിരുന്നു. ലിബറലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഫ്രീഡം ആയിരുന്നു, വ്യക്തി സ്വാതന്ത്ര്യം. എല്ലാവർക്കും നിയമത്തിന്റെ മുമ്പിൽ ഒരേപോലെയുള്ള സ്വാതന്ത്ര്യം വേണം എന്നായിരുന്നു ലിബറലിസ്റ്റ് ആശയം മുന്നോട്ട് വെച്ചിരുന്നത്. ഈ ലിബറലിസം എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷനിലെ വളരെ പ്രശസ്തമായ ഒരു ഏടാണെങ്കിൽ അത് പിന്നീട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് നമ്മൾ കടമെടുത്തിട്ടുണ്ട്. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫെറ്റേണിറ്റി, ഇതായിരുന്നു ഫ്രഞ്ച് റവല്യൂഷനിലെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ലിബർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യം. ഇക്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമത്വം. ഫെർട്ടേണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹോദര്യം. ഈ 3 ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ലിബറൽ നാഷണലിസ്റ്റ് പോരാടിയിരുന്നത്. അപ്പം ഇതിന്റെ കൂട്ടത്തില് സ്ത്രീകളും അനവധിയായിരുന്നു. സ്ത്രീകൾക്ക് സ്വന്തമായിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. സ്ത്രീകള് പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകളുടെ ഒരു പങ്കാളിത്തവും ലിബറൽ മൂവ്മെന്റില് അതിശക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അപ്പോഴും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതേപോലെ ലിബറലിസം എക്കണോമിക് സ്പിയറിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. എക്കണോമിക് സ്പിയറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം ഓഫ് മാർക്കറ്റ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇമ്പോസ് ചെയ്തിട്ടുള്ള റെസ്ട്രിക്ഷൻസ്. സ്റ്റേറ്റ് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കച്ചവടക്കാർക്ക് മേൽ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും മെഷർമെന്റിന്റെ കാര്യത്തിലാണെങ്കിലും ടാക്സിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അത് കച്ചവടക്കാരെ സംബന്ധിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതൊക്കെ ചരക്ക് നീക്കത്തിനും ഒക്കെ പ്രയാസം നേരിട്ട കാര്യങ്ങളായിരുന്നു. അപ്പം അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാറ്റണമെന്നും ലിബറലിസ്റ്റ് ആവശ്യം മുന്നോട്ട് വെച്ചു. അതേപോലെ തന്നെ ഇതിന്റെ ഫലമായിട്ട് സോൾവേറിയൻ അവര് ടാക്സ് ബാരിയറും പിന്നെ അതുപോലെ തന്നെ കറൻസിയുടെ നമ്പരും ഒക്കെ കുറയ്ക്കാൻ തുടങ്ങി.
ശരിക്കും പറഞ്ഞാൽ ഈ ലിബറലിസ്റ്റ് മുന്നോട്ട് വെച്ച ആശയം നെപ്പോളിയൻ ആദ്യം തന്നെ കൊണ്ടുവന്നതായിരുന്നു. നെപ്പോളിയൻ ഈ പറയുന്ന ടാക്സ് ബാരിയറും കറൻസിയുടെ എണ്ണവും ഒക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു എന്താ പറയാ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ് സത്യം പറഞ്ഞാൽ ലിബറൽ നാഷണലിസ്റ്റ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഏതായാലും അവരുടെ പ്രവർത്തനങ്ങൾ ഫലം കാണുകയും ലിബറലിസ്റ്റ് ആശയം വളരെ ശക്തമായിട്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്പ്രെഡ് ആകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മുന്നോട്ട് വന്ന വേറൊരു ആശയമാണ് കൺസർവേറ്റിസം എന്ന് പറയുന്നത്. കൺസർവേറ്റിസം ഫോം ചെയ്യുന്നത് 1815 ശരിക്കും കൺസർവേറ്റിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫിയാണ്. അവരുടെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് അവർക്ക് മാറ്റങ്ങൾ വേണം, എന്നാൽ പെട്ടെന്ന് മാറ്റങ്ങളൊന്നും വേണ്ട. അവർക്ക് നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഉടനടി മാറ്റുന്നതിനോട് വലിയ യോജിപ്പൊന്നും ഇല്ലായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം വേണം, എന്നാൽ ഈ പറയുന്ന മൊണാർക്ക്, ചർച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് മാറ്റുന്നതിനോട് ഈ കൺസർവേറ്റീവ്സിന് യാതൊരുവിധ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർക്ക് നെപ്പോളിയൻ കൊണ്ടുവന്ന ചില കാര്യങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്നു. ഒരു പ്രീ റവല്യൂഷണറി ഇറയ്ക്ക് മുമ്പുള്ള കാലഘട്ടത്തിലോട്ട് പോകുന്നതിന് ഈ കൺസർവേറ്റീവ്സ് എതിരായിരുന്നു. പക്ഷെ മാറ്റം വളരെ പതുക്കെ വന്നാൽ മതി എന്നുള്ളൊരു ആശയമായിരുന്നു കൺസർവേറ്റീവ്സ് മുന്നോട്ട് വെച്ചിരുന്നത്. അവർ പറയുന്നത് എന്താ, കോൺസ്റ്റിറ്റ്യൂഷൻ വന്നോട്ടെ, പിന്നെ അഡ്മിനിസ്ട്രേഷന് ചേഞ്ച് വന്നോട്ടെ, പക്ഷെ നമ്മുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതായിരുന്നു ഒരു കൺസർവേറ്റീവ്സത്തിന്റെ ഒരു പ്രധാന ഫിലോസഫി അല്ലെങ്കിൽ ഐഡിയോളജി എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ വന്ന മറ്റൊരു കാര്യമായിരുന്നു ട്രീറ്റി ഓഫ് വിയന്ന എന്ന് പറയുന്നത്. ട്രീറ്റി ഓഫ് വിയന്ന പ്രകാരം ബർബോൺ ഡൈനാസ്റ്റി അതിന്റെ പവർ ഒക്കെ റീസ്റ്റോർ ചെയ്തു. അത് നെപ്പോളിയന്റെ കാലഘട്ടത്തില് പൂർണ്ണമായിട്ടും തകർന്നു പോയതായിരുന്നു. ആ ബർബോൺ ഡൈനാസ്റ്റി പിന്നെ അതിന്റെ പവർ വീണ്ടും റീസ്റ്റോർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഫ്രാൻസ് അതിന്റെ ബൗണ്ടറി എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നിർത്തിവെച്ചു. പല സ്റ്റേറ്റുകളും ഫ്രഞ്ചിന്റെ ബൗണ്ടറി ആയിട്ട് വരികയും ഫ്രാൻസ് ഇനി മുതൽ ഓവറായിട്ട് എക്സ്പാൻഷൻ നടത്താൻ പാടില്ല എന്നുള്ളൊരു നിബന്ധന വെക്കുകയും ചെയ്തു. എന്നാൽ അതേസമയം ജർമ്മൻ കോൺഫെഡറേഷൻ ഉണ്ട്, അത് നെപ്പോളിയൻ ഉണ്ടാക്കിയ ജർമ്മൻ കോൺഫെഡറേഷൻ അതുപോലെ തന്നെ നിലനിർത്തി. അത് ലെഫ്റ്റ് അൺടച്ച്ഡ് എന്നാണ് പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നില്ല. പിന്നെ അതുപോലെ ഇവരുടെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ നെപ്പോളിയൻ കൊണ്ടുവന്നോ, നെപ്പോളിയൻ പിന്നെ മൊണാർക്കിയൊക്കെ ഓവർത്രോ ചെയ്തായിരുന്നു, ഈ പറയുന്ന മൊണാർക്കിയൊക്കെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ട്രീറ്റി ഓഫ് വിയന്ന കൊണ്ടിട്ട് ഉദ്ദേശമാക്കിയത്. പക്ഷെ അതിനോട് പിന്നെ വളരെ ശക്തമായിട്ട് പ്രതികരിച്ച വിഭാഗമായിരുന്നു റെവല്യൂഷനിസ്റ്റ് എന്ന് പറയുന്നത്. റെവല്യൂഷനിസ്റ്റിന് ഒരു കാരണവശാലും ഈ പറയുന്ന മൊണാർക്കിയൽ ഫോമിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അവര് ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും സമത്വത്തിന് വേണ്ടിയിട്ടും ഒക്കെ നിരന്തരം പോരാടിക്കൊണ്ടിരുന്നു. ഈ റെവല്യൂഷണറിസ്റ്റിൽ പ്രധാനിയാണ് ഗെസിപ്പെ മസിനി എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മള് ഫോർമേഷൻ ഓഫ് ഇറ്റലിയിൽ കൂടുതൽ പഠിക്കും. അദ്ദേഹം എന്താ പറയാ വളരെ ശക്തരായിട്ടുള്ള ഒരു റെവല്യൂഷനിസ്റ്റ് നേതാവാണ്. അദ്ദേഹം ഇറ്റലിയുടെ യൂണിഫിക്കേഷന് വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് പോരാടിയിട്ടുണ്ടായിരുന്നു. ഗെസിപ്പെ മസിനി ഫൗണ്ട് ചെയ്ത ഓർഗനൈസേഷൻസ് ആയിരുന്നു യങ് ഇറ്റലിയും യങ് യൂറോപ്പും. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഇറ്റലിയുടെ യൂണിഫിക്കേഷനിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ നമ്മൾ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലിയിൽ പഠിക്കുന്നതാണ്. ഏജ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് 1830 തൊട്ട് 1848 വരെയാണ്. ആ സമയത്ത് ഏതൊക്കെ മൊണാർക്ക് രാജ്യങ്ങൾ ഉണ്ടായിരുന്നോ അതിനെല്ലാം തന്നെ ഈ റെവല്യൂഷനിസ്റ്റ് ഫൈറ്റ് ചെയ്ത് ഇല്ലാതെയാക്കും. ബർബോൺ ഡൈനാസ്റ്റി ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, ഈ ബർബോൺ ഡൈനാസ്റ്റിനെ മൊണാർക്കീസ് ഓവർത്രോ ചെയ്യും. അതുപോലെ തന്നെ ബെൽജിയം യുണൈറ്റഡ് കിങ്ഡമിൽ നിന്ന് മാറിപ്പോവും. ഓക്കെ, അതേപോലെ ഗ്രീസ് ഓട്ടോമൻ എംപയറിന്റെ ഭാഗമായിരുന്നു. ഗ്രീസും പതുക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യൂറോപ്പിൽ ആകമാനം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ശക്തമായ മുറവിളികളും പോരാട്ടങ്ങളും നടന്ന ഒരു കാലഘട്ടമാണ് 1830 തൊട്ട് 1848 വരെ എന്ന് പറയുന്നത്.